കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇപ്രകാരമാണ്. രാക്ഷസ ചക്രവർത്തിയായ മഹിഷാസുരൻ ത്രിലോകങ്ങളും കീഴടക്കി സ്വർഗത്തിൽ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ സ്ഥാനഭ്രഷ്ടരായ ദേവന്മാർ ബ്രഹ്മാവിനെ സമീപിച്ചു. ബ്രഹ്മാവ് പരമശിവനെയും കൂട്ടി പാലാഴിയിലെത്തി മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. മഹാവിഷ്ണുവിന്റെ അഭിപ്രായപ്രകാരം പുരുഷന്മാരാൽ നിഗ്രഹിക്കാനാകാത്ത മഹിഷനെ നിഗ്രഹിക്കാൻ കുടജാദ്രിയിലെത്തി കോലമഹർഷിയെയും കൂട്ടി സർവേശ്വരിയായ ആദിപരാശക്തിയെ കണ്ട് പ്രാർത്ഥിച്ചു. ഇവരുടെ അപേക്ഷപ്രകാരം ദുർഗാ ഭഗവതി മഹിഷാസുരനെ വധിച്ചു. ഈ സമയം ത്രിമൂർത്തികൾ പ്രത്യക്ഷപ്പെട്ട് ഇന്ന് കാണുന്ന ക്ഷേത്രകേന്ദ്രത്തിൽ ജ്യോതിർമയിയായ ശ്രീചക്രമുണ്ടാക്കി. ഭൂമിയുടെ രക്ഷാർത്ഥം മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി ഐക്യരൂപത്തിൽ പരാശക്തിയെ പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം. ദേവലോകം നശിപ്പിക്കാൻ ശക്തിയും അമരത്വവും നേടാനായി കംഹാസുരൻ മഹാദേവനെ തപസ് ചെയ്യുന്നതിൽ പരിഭ്രാന്തരായ ദേവന്മാർ പരാശക്തിയെ വീണ്ടും അഭയം പ്രാപിച്ചു. തപസ്സിൽ സംപ്രീതനായി മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കംഹാസുരന്റെ നാവിൽ കുടിയേറിയ ഭഗവതി ഇയാളെ മൂകനാക്കിയെന്നാണ് വിശ്വാസം. മൂകനായ കംഹൻ വരമൊന്നും ചോദിക്കാതെ വന്നപ്പോൾ ബ്രഹ്മാവ് മടങ്ങി. ഇങ്ങനെ കംഹനെ മൂകനാക്കിയതിനാലാണ് ദേവിക്ക് മൂകാംബിക എന്ന് പേര് വന്നതെന്നാണ് വിശ്വാസം. കംഹൻ അതിനെ തുടർന്ന് മൂകാസുരൻ എന്ന് അറിയപ്പെട്ടു അത്രേ. തപോലക്ഷ്യത്തിന് തടസ്സം നേരിട്ടതോടെ കോപിതനായ മൂകാസുരൻ ദേവലോകം ആക്രമിച്ചു. പിന്നീട് ഭഗവതി എല്ലാ ശക്തിയുമാർജിച്ച രൂപം ധരിച്ച് മൂകാസുര നിഗ്രഹം നടത്തി. തുടർന്ന് ത്രിമൂർത്തികൾ ഈ ഭാവത്തിൽ ആദിപരാശക്തിയെ കൊല്ലൂരിൽ കുടിയിരുത്തി എന്നാണ് വിശ്വാസം. നമോസ്തുതേ നാരായണി നമോസ്തുതേ ഓം നമോ മൂകാംബികേ കല്യാണി കളഭാഷിണി നിത്യം ദേവി നമോസ്തുതേ നാരായണി നമോസ്തുതേ